പുള്ളിനെ പണിക്ക് വിളിച്ചിട്ട് ഇന്ന് ഭയങ്കര കട്ടിപ്പണി എടുത്ത്. കട്ടിപ്പണിയാണ്. കട്ടിപ്പണി എടുത്തെങ്കിൽ എന്താ നല്ല കട്ടിക്ക് പൈസ തന്നില്ലേ? പൈസ കിട്ടീനി കാരി. ഇതുപോലത്തെ കട്ടിപ്പണി നമുക്ക് ഒരു മാസം എടുത്താൽ നല്ല പൈസ കിട്ടാവുമല്ലോ. എത്ര വരും ഏകദേശം ഒരു മാസത്തേക്ക്? എടാ അങ്ങനെ എല്ലായിടത്തും ഇതുപോലത്തെ പണി കിട്ടണമെന്നില്ല. അല്ല നിനക്കെന്ത് ഇത്ര ദാരിദ്ര്യം? നീയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ പൈസക്ക് ഇത്ര ആക്രാന്തം? എടാ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകുന്നുണ്ടാ? അത് സെറ്റാവും. പിന്നെ കല്യാണമായി ചെലവായില്ലടാ, എന്തെല്ലാം ചെലവുണ്ട്. ഞാൻ നിന്റെ കൂടെ വന്ന് ചായ കുടിച്ച് ആകെ അവശതയായിട്ടിരിക്കണേ, കരക്കാരുടെ ചായ ലഡുവും തിന്നിട്ട്. ഈ പെണ്ണിനെ കണ്ടിട്ട് ഇനി കിളിയല്ലെന്നും പറഞ്ഞിട്ട് നീ ഒഴിവാക്കുവോ? ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ കിളിയാക്കളെ. എന്നാ നിനക്ക് കൊള്ളാം, അതിനെ കെട്ടാൻ നോക്ക്. എനിക്ക് മെഡിക്കൽ സ്റ്റോർ പോണം. എന്തിനാണ് എപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോണ? എടാ അച്ഛനെ മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് ഇത് ഒന്നിച്ചു കൊണ്ടച്ചാലേ മൊത്തം വിഴുങ്ങിക്കളയും. പിന്നെ എനക്ക് വീണ്ടും വീണ്ടും ആശുപത്രി പോലെ ആവശ്യം. പോയേക്കാ ഒരു 1/2 കിലോ പഞ്ചസാര. പഞ്ചസാര ഇല്ലാട്ടാ. നീ പൈസ കൊടുക്കാറുണ്ട്, അത് കൊടുക്കാദ്യം. പൈസ തരാ, ഇന്ന് പണിക്ക് പോയിട്ട് വരണ പറ്റി തീർക്കാ. പറ്റ ആദ്യം തീർക്കണ്ടേ പ്യാജെ? പറ്റി തീർത്തിട്ടാ എനിക്ക് പഞ്ചസാര തരാം. ഇവിടെ ആകെ 4, 3, 7 സാധനം ഞാൻ വിൽക്കണ്. അതിന്റെ മുകളിൽ നിങ്ങൾ വരുന്നവരൊക്കെ അങ്ങനെ എപ്പോഴും ഏത് സമയത്തും ഇങ്ങനെ പറ്റെഴുതിക്കോ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വർത്താനോ പോയൊക്കെ എത്ര കാലോട്ട് ഞാനിവിടെ പറ്റിയാണ്. പറ്റിച്ചു പോയി കളഞ്ഞിട്ടില്ലല്ലോ. ഇത് നിങ്ങൾക്ക് പണി കിട്ടുമ്പോ തരാം, പണി കിട്ടുമ്പോ തരാന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് പണി കിട്ടുക? എന്നാ എത്ര ഉണ്ട് പറ്റി? അത് പറഞ്ഞുതരാം. പറഞ്ഞു അത് അല്ലാണ്ട് വരുമ്പോ സാധനം എനിക്ക് കാശ് സാധനം മേടിക്കട്ടെ. 465 റുപ്യക്കുണ്ട് ഇപ്പൊ. അപ്പൊ 465 1/2 കിലോ പഞ്ചസാരയും കൂടി കൂട്ടി എത്രയും നോക്കി പൈസ അങ്ങോട്ട് തരാം. എന്നാ കുഴപ്പമില്ല. കണ്ട ഇപ്പൊ പഞ്ചസാര എവിടെ നിന്ന് വന്ന്? അതന്നെ പറഞ്ഞ കാശിനെ കൊടുക്കാൻ സാധനമല്ലോ. പൈസ തരും, കൊടുത്തേ സാധനം കൊടുത്തേ. അതുണ്ടിപ്പാ വെറുതെ കളിപ്പിച്ച് തരാന്ന് പറഞ്ഞാ മതി. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടാ? വേറെ ഉണ്ട്, ഇപ്പൊ ഇതെടുക്ക്. ഈ വെറുതെ ഇങ്ങനെ വെറുതെ ചൊറയാക്കുന്ന എന്തിനാന്ന് പാവല്ലേ. പഞ്ചസാര തീർന്നിരിക്ക എന്തായിട്ട് പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ് ആദ്യം. പക്ഷെ വലിയ സാധനം തീർന്നു. എന്നാ പൈസ പിന്നെ തരും. ഈ ഉള്ള പൈസ കൊടുത്ത് പഞ്ചസാര മേടിക്കട്ടെ. വേറെ കട ബാക്കി തന്നൂടെ? എന്ത് വിൽക്കാനിരിക്കാണ് ഇവിടെ? നിങ്ങള് താഴെ ഉണ്ടോ? ഇവിടെ താഴെ താഴെ ഉണ്ടെങ്കിൽ ഇത് പൂട്ടിപ്പോ, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കാൻ. ഇവിടെ ഉണ്ടെന്നും പറഞ്ഞല്ലോ. അല്ലാതെ ഇത് പൂട്ടിയ കഴിഞ്ഞാ പിന്നെ നീ ഏത് പൂട്ടാത്ത കളയുന്ന സാധനം വാങ്ങുക? അത് പറഞ്ഞ എന്താ ഈ ആക്സിഡന്റ് പറ്റിയ കാലം വെച്ചിട്ട് ഇറങ്ങി നടക്കണത്? വീട്ടില് നിക്കാൻ പറ്റുന്നില്ല ഓളുന്ന്. ഇത് സൂല്ലാത്ത ആളെ വീട്ടിലിരുത്താതെ പിന്നെ റോഡിലോട്ട് പറഞ്ഞു വിടണതിനാ? ആളെ എന്തെല്ലോ ഓളിങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ആടെ ഇരിക്കല്. ഇത് വീട്ടിലിരുന്നിട്ട് അവർക്ക് ഉപകാരമൊന്നുമില്ല. റോഡിൽ വന്നിന്ന് വല്ല വണ്ടിയും തട്ടിയിട്ട് അവർക്ക് ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞു വിടേണ്ടത്. വണ്ടി തട്ടിയിട്ടില്ല ഞാൻ ഇങ്ങനെ ആയത്. അന്ന് അവർക്കൊന്നും കിട്ടിയില്ലല്ലോ. ഇത് തീർന്നു പോയാലല്ലേ പൈസ കിട്ടുള്ളൂ. ഉണ്ടായിരുന്നു അവിടെ. അവന്റെ വർത്താനം കേൾക്കാൻ വണ്ടി തട്ടിയിട്ടായോ വണ്ടിനെ കണ്ടതുമില്ല. കേസ് കൊടുത്തൂടെ? കേസ് കൊടുക്കാൻ വണ്ടി അറിയണ്ടേ, നമ്പർ അറിയണ്ടേ? അത് സാറില്ല, കേസ് കൊടുത്തിട്ട് കോയക്കാനെ കൊണ്ട് വാദിപ്പിച്ചാ മതി. അപ്പൊ ഈ ആയുസിൽ കേസ് തീരൂല ഇത് വിസ്തരിച്ചിട്ടേ. വാടാ ഇവിടെ ഇരുന്നോ രണ്ടാളും കൂടി ഇരിക്ക്. വണ്ടി വരുമ്പോ വട്ട ചാടണം കേട്ടാ. അവർക്ക് ഒരു കാലം മര്യാദക്കില്ല. നിങ്ങൾ എന്തീ കളിക്കുന്നത്? പറ്റിയ പഞ്ചസാര തന്നിട്ട് തരാം. നമ്മുടെ ആവശ്യമുള്ള കാര്യം നടക്കണമല്ല. എന്തൊരു കഷ്ട ഈ ആയുസിൽ നിന്റെ ഒന്നും പറ്റുന്നില്ല. ഇരിക്കട്ടാ. അപ്പൊ വണ്ടി ഏതാന്ന് അറിയാത്ത കാരണം കേസും കൊടുക്കാൻ പറ്റിയില്ല അല്ലെ? കേസ് കൊടുത്താൽ തന്നെ അതിന്റെ പിറകെ പോകാൻ ആരില്ല. എനിക്ക് ആരുമില്ല. അതേട്ടാ. ചക്കരേ, എന്റെ ഉമ്മ ഉണ്ണീനെ കണ്ട നീ ആ കവലയില്? ഇല്ലാട്ടാ, കണ്ടില്ല. അല്ല എങ്ങടാ പോയേ? അവൻ പണിക്ക് പോയതാണേ. പണിക്ക് പോയത് സമയമായിട്ടില്ലല്ലേ, ഇനി വരാനും കിടക്കണല്ലോ. അല്ല, അവൻ പണി മാറ്റി അപ്പൊ നേരെ ഇങ്ങോട്ട് വരേ. ഇപ്പൊ 10 മിനിറ്റ് വൈകി, കാണാനില്ല. ഫോണ് വിളിച്ചിട്ട് എടുക്കണില്ല. ചിലപോലെ വണ്ടിയും കിട്ടി കാണൂലായിരിക്കും, അതായിരിക്കും. ചേട്ടാ വീട്ടിൽ ഇരുന്നോ, വരും കേട്ടാ. ഓക്കെ, ശരി എന്നാ. ഇതെന്താ ഇവിടെ നിക്കണേ? ആരാ വണ്ടുക?
മോളെ കണ്ടല്ലോ അറിയണ്ടായോ? നീ എന്തിനാ ഈ നേരത്തെ ഇങ്ങട്? അത് കൊള്ളാലോ, എനിക്ക് അച്ഛന്റെ കൂടെ നിക്കണോന്ന് തോന്നി ഞാൻ വന്നു. ഇവിടെ നിക്കാൻ വന്ന പിന്നല്ലാതെ. മന്മഥനോ? മന്മേട്ട വന്നില്ല, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നല്ലേ. അതാ, അത് നന്നായി. എന്താ അച്ഛ അവിടെ നിക്കണേ? എടി ഉണ്ണി കണ്ടിട്ടില്ലേ? ഉണ്ണി വന്നിട്ടില്ല. ഉണ്ണി വന്നോളൂ, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. അല്ല, എന്നാലും അവൻ പണി മാറ്റി വരേണ്ട സമയം കഴിഞ്ഞേ. ഈ സമയത്തൊക്കെ ഇവിടെ വരണതാ, കാണാനില്ല. അച്ഛാ, അവൻ കല്യാണം കഴിക്കാൻ പ്രായമായി. അച്ഛൻ ഇപ്പോഴും ഉണ്ണി വന്നില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണ്. അവന്റെ കല്യാണം കഴിഞ്ഞാക്കി പിന്നെ പ്രശ്നമില്ല. അപ്പൊ അവന് ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതൊന്നും അല്ല, അച്ഛനും പണ്ടോട്ടെ അവനോട് ഇച്ചിരി പുന്നാരം കൂടുതലാ. നിനക്കിപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി, ഇനി അവനും ഒരു കുടുംബമായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ രണ്ടാളും ഒരുപോലെ. അതുപോലെയാണ് ഇപ്പൊ അവ ഒറ്റയ്ക്കല്ലേ. അതൊക്കെ അവൻ വന്നോളും. എന്തായാലും കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്തണം. ഇതിപ്പോ നടത്താഞ്ഞിട്ടാ? എത്ര പ്രാവശ്യം പോയി എവിടെയൊക്കെ അന്വേഷിച്ചു. അവന് ഇഷ്ടായ നിനക്ക് ഇഷ്ടാവില്ല, നിനക്ക് ഇഷ്ടായ അവന് ഇഷ്ടായില്ല, നിങ്ങക്ക് രണ്ടാൾക്ക് ഇഷ്ടായ എന്റെ കെട്ടിയവന് ഇഷ്ടാവില്ല. പിന്നെ എങ്ങനെ നടക്കുക? എന്റെ അച്ഛാ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആദ്യം കാണുന്നതിന് തന്നെ കല്യാണം കഴിക്കണം എന്നൊന്നും ഇല്ല. അവനിപ്പൊ കുറച്ച് പ്രായമായി, ഇനി ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം. എന്തായാലേ ഇത്തവണ ഞാൻ വന്നത് രണ്ടും കൽപ്പിച്ച ഒരു കല്യാണം തീരുമാനിച്ചിട്ട് ഞാൻ എന്നെ ഇവിടുന്ന് പോണു. ഉണ്ണിക്കൊരു പെണ്ണ് കാണാൻ പോയിട്ടാ. കൊഴപ്പില്ല, ഇഷ്ടമായിട്ടാ പറയണ. അതേ ഉണ്ണി, നീ ഇവിടെ ഇറങ്ങിക്കോ. എനിക്ക് ആ പൂച്ചാക്കിൽ വരെ ഒന്ന് പോയിട്ട് ഒരു വർക്കിന്റെ കാര്യം നോക്കാനുണ്ട്. എന്തൊരു നാണം. ഇഷ്ടായിടാ. എനക്ക് ഇഷ്ടായി. എന്റെ കണ്ണിൽ നോക്കി പറഞ്ഞേ നീ ഓക്കെ അല്ലേ? പൊടി വീണോ? പൊടി വീണല്ല, നിനക്ക് ഇഷ്ടമായാന്ന് ആത്മാർത്ഥമായിട്ട് പറ. എനക്ക് ഇഷ്ടായില്ല. അവർക്കും ഇഷ്ടായല്ലോ. അവർക്ക് ഇഷ്ടമായാന്നൊന്ന് ആലോചിക്കണം. അതേ, നീ എവിടെ പെണ്ണ് കണ്ട് വന്നാലും നീ പറയും എനിക്ക് ഇഷ്ടമായി, ഇത് മതി എന്ന് പറയും. പിന്നെ നീ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചിട്ട് മുടിയില്ല, കണ്ണ് കൊള്ളൂല, പൈങ്കിളി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുടക്ക് പറയും. ഇതങ്ങനെ വല്ലതും ഉണ്ടാ? എല്ലാം ഉണ്ട്. സെറ്റായതാ. സെറ്റായി. എനക്ക് ഭയങ്കര ഇഷ്ടായി. ഒരു ചെറിയ സംശയം ചോദിക്കാവോ അറിയില്ല. എന്താ അപ്പൊ കിളി വേണ്ടേ നിനക്ക്? അതല്ല, നമ്മൾ ഏതായാലും കണ്ടല്ലോ, അവർക്ക് ഇഷ്ടായി, എനക്ക് ഇഷ്ടായി. ഒന്നും കൂടെ പോയി കണ്ടാലോ? വേറെ പെണ്ണിനെ കാണുന്നില്ലല്ലോ. എടാ, ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് എപ്പോ വേണേലും കാണാല്ലോ. ഇന്നെ കാണുന്നൊരു തോന്നല്. ഒരു പണിയേ, നിനക്കങ്ങാട് ഇഷ്ടമായിന്ന് വെച്ചാല് നീ പെങ്ങളോടും അളിയനോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ പറ. നമുക്ക് ആലോചിക്കാം. മന്മഥനോട് വിളിച്ചു പറയാം, അളിയനോട്. മണ്ടോദരി ചേച്ചി ചിലപ്പോ വെളുപ്പ് കൂടുതൽ വേണമെന്നിട്ട് പറയുമെന്ന് സംശയം. പെണ്ണിനാ? അവളുടെ അത്രയും വെളുപ്പ് വേണം. അതിനൊരു പണി ചെയ്താ 2 കിലോ വൈറ്റ് സിമെന്റ് മേടിച്ചിട്ടേ കലക്കി അടിക്കാൻ പറ അവളോട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഭ്രാന്താണാ? എടാ, എല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടൂല. ഒരുവിധം സെറ്റായിട്ട് വരണത് നമ്മള് കെട്ടുക. പിന്നെ നമ്മുടെ കൂടെ കൂടി കഴിയുമ്പോ അത് ഓക്കെ ആവും കേട്ടാ. ഉണ്ണി, അവളുടെ നമ്പർ തന്നോർത്ത് കുറെ വിളിക്കാനും ചാറ്റ് ചെയ്യാനും നിക്കണ്ട കേട്ടാ. ആവശ്യത്തിന് മതി. നീ കൊറേ നേരം ചാറ്റി നമ്മുടെ മനസ്സൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വേണ്ടാന്ന് നോക്കും. അയ്യോ, നീ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ അവളുടെ തലവിധി എന്ന് പറഞ്ഞിട്ട് നിന്നെ മരണം വരെ സഹിക്കും. ശരിയെന്നാ കേട്ടാ, അച്ഛനോട് പറ. മന്മഥനളിയാ, ഇന്ന് പോയ പെണ്ണ് സെറ്റാവും. വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ എനക്കും ഇഷ്ടപ്പെട്ടു. മതി. കുറെ ആയില്ലേ അളിയാ കാണുന്നു. ഇത് ഓക്കെയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. മണ്ടി ചേച്ചിയോട് പറഞ്ഞേ, വിളിച്ചാ കിട്ടുന്നില്ല. കുറെ വിളിച്ചു. നേരത്തെ ആടന്നേ വിളിച്ചു. വേണ്ടല്ലേ, ഇത് വേണം. എന്നാലും എന്റെ കൈ കൊണ്ട് അവന്റെ ഈ പടം കെട്ടേണ്ടി വരും ഞാൻ കരുതിയില്ല. പോയേക്കാം. സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്റെ പ്യാര്.
ഇന്നലെ എന്നോട് സംസാരിച്ചു പോയ ആളാണ് ഇപ്പൊ ഫ്ലെക്സിലിരിക്കുന്നത്. ഇത്രയുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു യോഗമായിട്ട് എടുക്കാനോ പറ്റണം. ഇന്നലെ ഞാനും ഉണ്ണിയും കൂടി പെണ്ണ് കാണാൻ പോയി അവന് വേണ്ടിയിട്ട്. പോയി വരുന്ന വഴി ഞാൻ വീടിന്റെ ആ വഴിയിൽ അവരെ ഇറക്കി വിട്ടിട്ട് ഒരു പണിയുടെ കാര്യം സംസാരിക്കാൻ പോയതാ. ഞാൻ അവിടെ എത്തണതിന് മുമ്പ് ഉണ്ണിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് ഫോൺ മരിച്ചു പോന്ന് ഞാൻ കരുതിയില്ല. പോയേക്കാം പെണ്ണിനെ അവന് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്ത് അതിനെ കെട്ടണം, മാന്യമായിട്ട് ജീവിക്കണം, ദിവസവും പണിക്ക് വരണമെന്നൊക്കെ പറഞ്ഞു. എന്നോടിപ്പോ അസലായിട്ട് കുടുംബം നോക്കണവനാവൻ. ഇതാരാ ഈ വണ്ടി ഓടിച്ചിരുന്നു വിലപ്പെടുത്തണ്ട. ഇടിച്ച വണ്ടി നിർത്തിയില്ല, ഏത് വണ്ടിയാണെന്ന് പറഞ്ഞൂടാ, ആരാണെന്ന് പറഞ്ഞൂടാ. വണ്ടി ഞാൻ പറഞ്ഞോട്ട് ഇരുന്നില്ല അല്ലേ? ബ്രെഡാ നീ പോയടാ. എന്ത് മതിയാ? അത് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല കേട്ടോ സുഖേട്ടന്റെ കരച്ചില്. ഒന്നും നോക്കിട്ട് കാര്യമില്ല. നോക്കിയും കണ്ട് നമ്മള് റോട്ടിൽ കൂടെ പോയാ നമ്മുടെ ഭാഗ്യം. അല്ല പേരേട്ടാ, ഇപ്പൊ വണ്ടി തട്ടിട്ടാണല്ലോ മരിച്ചേ. അപ്പം സർക്കാരിന്റെ വല്ല ധനസഹായം കിട്ടുമോ ഫാമിലിക്ക്? ആദ്യം ബോഡി ഒന്ന് ദഹിപ്പിക്കട്ടടാ. സർക്കാരിന്റെ ധനസഹായം മേടിക്കാൻ നടക്കുന്നു. ആള് പോയില്ലേ, പൈസ എന്തിനാണ്? അതുകൊണ്ടല്ല അവൻ ചോദിച്ചതിൽ കാര്യമുണ്ട്. കാരണം ഇപ്പൊ ആ ഒരു കുടുംബത്തിന് ആകെ ഒരു സഹായമുള്ളത് അവന്റെ. അവനാണ് ഈ പോയത്. പോയൊരു പോയി, ഇനി ആ കുടുംബം അങ്ങനെ കഴിയാ? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഇതിൽ. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ സഹായമാവും. ആർക്കെതിരെ പരാതി കൊടുക്കണം? ഏത് വണ്ടിയാ തട്ടിയത്, ആരാ ഇടിച്ചതെന്നൊന്നും അറിയില്ല. പോലീസുകാർ നോക്കിയപ്പോ ഈ പരിസരത്ത് CCTV-യും ഇല്ല. നീ ഏത് കുരുത്തം കെട്ടവനാണെങ്കിൽ ഈ വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോണെന്ന് ഞാൻ ആലോചിക്കണത്. നമുക്ക് വണ്ടി കണ്ടുപിടിച്ചാൽ പൈസ കിട്ടുമോ? വണ്ടി കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടൂലേ? നീ ആദ്യം ഒരു പണി ചെയ്യും, നിനക്ക് അറിയാവുന്ന ഒരു വണ്ടിയുടെ മുമ്പിൽ നിൽക്ക്, എന്നിട്ട് അവര് ഇടിച്ചിടട്ടെ. അപ്പൊ നിനക്ക് വണ്ടി അറിയാല്ല, നീ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് കാശ് മേടിക്ക്. എരിപിരി സഞ്ചാരം കൊണ്ട് നിൽക്കുമ്പോഴാണ് അവര് തന്റെ സഹായം മേടിക്കാൻ വരുന്നത്. പോയേക്കാ. ബാക്കി ചേഞ്ചില്ലല്ലോ. ഇല്ല, ഞാൻ 20 തരാനുണ്ട്. ആ ശരി ശരി. പോയേക്ക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടുമ്പോ ഒരു 12:30 ആവും. 3 മണിക്കാണ് ഇപ്പൊ സംസ്കാരം പറഞ്ഞേക്കണം. സ്വരൂപേ, എടാ നീ ആ ആംബുലൻസ് ഓടിക്കണം മണിച്ചേട്ടന്റെ വീട്ടിൽ കയറിയിട്ട് 3 മണിക്കാന്നൊന്ന് പറഞ്ഞേര് കേട്ടാ. 3 മണിക്കല്ലേ? 3 മണിക്ക് എടുക്കണം. അപ്പൊ നീ ആ വണ്ടി കയറി പോര്. ഞാൻ ടെൻഷൻ കൊണ്ട് പറഞ്ഞാണ്. ഇല്ല, കുഴപ്പമില്ല. അതെനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാവും. അപ്പൊ ഒന്ന് വരുന്നവരോട് പറഞ്ഞേര് 3 മണിക്കാണ്. അപ്പൊ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ കേട്ടാ. ശരി. എന്റെ ഉണ്ണിയെ എന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. എന്താ കാണിക്കണ്? ചിത്രം വരച്ച് കളിക്കാണ്? അല്ല, പറഞ്ഞിട്ട് എഴുതേ. വൃത്തിയിൽ എഴുതടാ, വൃത്തിക്ക് എഴുതേ. അങ്ങനെ 10 എഴുത്. മര്യാദക്ക് ആ മലയാളം മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്താൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പൊ കേട്ടില്ല നിന്റെ അച്ഛൻ? മലയാളം ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്ത് കേട്ടും? പിന്നെ മലയാളം പഠിക്കട്ടെ? അല്ല, മലയാളത്തിൽ തന്നെ ഒരു അൽഫാബറ്റിന് തന്നെ കുറെ ഇതുണ്ട്. എന്തിനാ അത്രയും? എടാ, ഇതിനൊക്കെ ഓരോ അക്ഷരത്തിനും ഓരോ രീതിയിലുള്ള ഉച്ചാരണം ഉണ്ട്. അപ്പൊ അത് പഠിക്കണം, അപ്പോഴേ ഭാഷ പഠിയുള്ളൂ. ഇപ്പൊ ഏകദേശം വളവ് നേരെ എഴുതി. ഒരു കാര്യം ചെയ്യ്, ഇവിടെ എഴുതിക്കോ, വേറെ പുറത്ത് ഇതിലുണ്ട് എഴുതി. അതിലെഴുതി, അവിടെ എഴുതിക്കോ, എഴുതിയാണ് പഠിക്കും. നല്ലടാ. ഒരു ദിവസം എനിക്ക് സമയം തന്നാൽ ഞാൻ സെറ്റ് ആക്കിയോളാം. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡാ. എന്നൊരു കാര്യം ചെയ്യ്, അത് ഉടച്ചോ. ഈ പേപ്പർ എടുക്ക്. ഞാൻ ഇവിടെ കയറി ഇരുന്നോട്ടെ. കാല് നല്ല
കൊറേ നേരം ഇരിക്കുന്നുണ്ട് നിലത്തിൽ. നിനക്ക് അവിടെ ഇരിക്കണോ അതോ ഇവിടെ മതി ഇരിക്കണോ? മതി മതി അല്ല ഇവിടെ മതി. എന്നാ അത് വായിക്കി. ഞാനൊക്കെ നിലത്തിരുന്നിട്ട് അത് വായിച്ചു. തൃശൂർ കുട്ടനെല്ലൂർ ആ സ്വദേശി തൃശൂർ ആ കൊല്ലപ്പെട്ട സ്വദേശി 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 പ്ലസ് ടു അല്ലടാ പഠിക്കണ്. എന്നിട്ട് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. ആ ഞാൻ ബാക്കി വായിക്കേ. ആ തൃശൂർ വീട്ടിൽ പുറപ്പെട്ടു റഷ്യൻ ആരോ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഈ ന്യൂസ് ഉണ്ടല്ലോ അതൊരു 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ വായിച്ചു കേൾപ്പിക്കണം. മുഴുവനും ആ മുഴുവനും വൃത്തിയായിട്ട് പോയി അതിലേക്ക് പോകും. അതിലേക്ക് പോകും. ആ പുസ്തകം കൊണ്ടോ. ആ സാറേ നമസ്കാരം. ആ വരൂ 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 വരൂ. ആ നമസ്കാരം. ഇരിക്കും. അയ്യോ എന്താപ്പ ചെയ്യാ. ഞാനെന്നാ മരിച്ച സമയത്ത് ഞാൻ അവിടെ വന്നിരുന്നു. ഞാനും സാറിനെ കണ്ടു തോന്നുന്നത്, ഒരുപാട് പേര് വന്നോണ്ട്. ആ ഞാൻ ഒരു പ്രാവശ്യം അവനെ നോക്കിയുള്ളൂ, പിന്നെ നോക്കാൻ പറ്റിയില്ല. ആ പെൻഷനൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് എവിടുന്നേലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലും ഓടി എൻ്റെ അടുത്ത് വരും. എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കും. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടി വരണ കുട്ടിയായിരുന്നു. അത്രേ ആയുസ്സുണ്ടാവുള്ളൂ. അതായിരിക്കും, വേറെ ഇപ്പം എന്ത് പറയാനാ.